ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ മഴ പോലെ വരും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഹോശേയ 6 അധ്യായം 3 വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്ക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നാം ഇവിടെ ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മുടെ ദൈവം ഏറ്റവും ഉയർന്ന ആകാശത്തിൽ വസിക്കുന്നു. എന്നിട്ടും മഴ മുകളിൽ നിന്നിറങ്ങുന്നത് പോലെ അവൻ ഭൂമിയിൽ വസിക്കുന്ന അവൻ്റെ മക്കളായ നമ്മുടെ അടുക്കലേക്ക് ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഓ, അത് എത്ര മഹത്വമുള്ളതാണ്! മഴ പെയ്യുമ്പോൾ വരണ്ടതും ശൂന്യവുമായ കുളങ്ങൾ നിറയുന്നു. വെള്ളം അരുവികളായി ഒഴുകുന്നു. എല്ലാ വിധത്തിലും എല്ലാം നിറയ്ക്കുന്നത് അവനാണ്. അതിനാൽ അണക്കെട്ടുകൾ പോലും കവിഞ്ഞൊഴുകുന്നു. ജലം ഭൂമിയിൽ സമൃദ്ധി നൽകുന്നു. വിദൂര മേഘങ്ങളിൽ നിന്ന് പെയ്യുന്ന മഴ മണ്ണുമായി ഇടകലരുകയും ഭൂമിയുടെ ഭാഗമാവുകയും ചെയ്യുന്നു. അതുപോലെ യേശു സ്വർഗത്തിൽ നിന്ന് നമ്മോടൊപ്പം വസിക്കാൻ ഇറങ്ങി. കാൽവറിയുടെ ക്രൂശിൽ അവൻ തകർന്നു, നമുക്ക് വേണ്ടി ഒഴിച്ചു. അവൻ തൻ്റെ വിലയേറിയ രക്തം പൂർണ്ണമായി ചൊരിഞ്ഞു. ആ കുന്നിൻ പുറത്തേക്ക് ഒരു രക്തനദി പോലെ ഒഴുകുന്നു. നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും കഴുകി നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു. മഴ കാൽവറിയുടെ രക്തത്തിൻ്റെ പ്രതീകം മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം കൂടിയാണ്. ഈ അവസാന നാളുകളിൽ കർത്താവ് അവസാനത്തെ മഴ പോലെ തൻ്റെ ആത്മാവിനെ ചൊരിയുന്നു. ഞാൻ എൻ്റെ ആത്മാവ് എല്ലാ ആളുകളിലും പകരും എന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടില്ലേ? മതവിഭാഗമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ദൈവം തൻ്റെ അഭിഷേകം സഭയിൽ പകരുന്നു. തിരിച്ചു വരുന്നതിന് മുൻപ് ഈ അവസാനത്തെ മഴയുടെ ശക്തമായ ഒഴുക്കുണ്ടാകും. അതിനായി ദാഹിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും ആദ്യത്തേതും പിന്നീടുള്ള മഴയും ഒരുമിച്ച് അനുഭവിക്കും. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം തഴച്ചു വളരാൻ കാരണമാകുന്നത് എന്താണ്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മഹത്തായ ഫലം പുറപ്പെടുവിക്കുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അവൻ തിരുവെഴുത്തുകളുടെ ആഴത്തിലുള്ള കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ ആത്മാക്കളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ അഭിഷേകത്തിനായി നിങ്ങൾ ദാഹിക്കുമോ? കർത്താവെ, നീ വാഗ്ദാനം ചെയ്തതുപോലെ മഴ പോലെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ പുനർജീവനം ഉണ്ടാകട്ടെ. വരൂ കർത്താവേ എന്ന് നിങ്ങൾ വാഞ്ചയോടെ അവനെ നോക്കി ഇങ്ങനെ പറയുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 72 അധ്യായം 6-7 വാക്യങ്ങൾ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 18-19 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.